അസ്സലാമു അലൈക്കും. ഹാപ്പി ഫ്രൈഡേ. എല്ലാവർക്കും നല്ലൊരു വെള്ളിയാഴ്ച ആശംസിക്കുന്നത്. ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മളിൽ നിന്ന് അകന്നു പോയവർക്കൊക്കെ പഠിച്ച സ്വർഗം കൊടുക്കട്ടെ അല്ലേ. ജീവിച്ചിരിക്കുന്നവർക്ക് നല്ലൊരു ജീവിതവും ഉണ്ടാവട്ടെ. ഈ ഒരു മാസത്തിൽ അടുത്ത മാസം നോൽമ്പായി. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. അപ്പം ഇന്ന് വീഡിയോ എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് വീഡിയോ ഒന്നും ഇല്ല. നമ്മൾ ഇന്ന് ഡെയിലി ഒരു ദിവസം എന്താ ചെയ്യണം ആ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ എല്ലാവരും എണിച്ച് റിൻഷിമോൾ നേരത്തെ പോയി. റിയാസ്ക്ക് സ്കൂൾ ട്രിപ്പ് എടുക്കാൻ പോയി. പിന്നെ ഇതാ ഈ കുട്ടിപ്പട്ടാളങ്ങളെ കൊണ്ടുവിടണം. അപ്പോൾ റയീസിന് ഇന്ന് സ്കൂളില്ല. റജിവാക്ക് ഇന്ന് സ്കൂളുണ്ട്. ഉമ്മമ്മ ഇതാ കുറേ കരഞ്ഞൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഉമ്മമ്മക്ക് എന്താണെന്ന് അറിയില്ല, ഒരുപാട് സങ്കടമുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങളൊക്കെ ഒന്ന് ചോദിക്കണം എന്താണ് സങ്കടം. ലൈക്ക് ചെയ്താൽ അപ്പം നിങ്ങളൊക്കെ ലൈക്ക് കൊടുത്താൽ കരയില്ല എന്നാണ് വടി ഞാനിവിടെ തുറക്കണ വടി ഉണങ്ങാൻ വേണ്ടി മാറ്റി വെച്ചാൽ അല്ലാ മറ്റേ സാധനം റിൻസിൻ്റെ വടിയാണ് അവിടെ ഇട്ട് വേണ്ട. അപ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്. സംഭവങ്ങളൊക്കെ ഇവിടെ ഇടാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് ഉള്ളിൽ തന്നെ ഇടുകയാണ് ഞങ്ങൾ. അപ്പോൾ ഇതാ റജിക്കുട്ടി സ്കൂളിൽ പോകാൻ റെഡി ആയിക്കാം. അവൾ പൂ നോക്കുകയാണ് അല്ലേ. ഫാത്തിമയും റജിക്കുട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വന്നിട്ട് വേണം കേട്ടോ അങ്കത്തട്ടിലേക്ക് ഇറങ്ങാൻ. അപ്പോൾ ഇവരിനൊക്കെ ഒന്ന് കൊണ്ടുവിടണം. അപ്പം എന്താ പറ്റി നിങ്ങളുടെ കണ്ണിന്? കണ്ണ് കുറച്ച് കരഞ്ഞു ഗീസ്, അതുകൊണ്ടാണ് എന്തോ കണ്ണിന് പറ്റി അല്ലേ. മുഖമൊക്കെ മാറി. നിങ്ങളുടെ മുഖമൊക്കെ മാറിപ്പോയി, വേറൊരു മുഖമായിപ്പോൾ വേറൊരു മുഖമായി. അപ്പോൾ എല്ലാവരോടും സുഖമാണെന്നൊക്കെ ചോദിക്കും. നിങ്ങളെ കണ്ടിട്ട് വീഡിയോയിൽ ഇട്ടിട്ട് കുറേ അയക്കുന്നു. എവിടെ നേരം ഓടുമല്ലോ ഇങ്ങനെ. എന്തിങ്ങനെ കടന്നു കുറേ സങ്കടങ്ങളുണ്ട്. എന്ത് സങ്കടമാണ് പറയാൻ പറ്റില്ല. അപ്പം ഉണ്ട് അല്ലേ. ഉണ്ടപ്പോൾ ഉണ്ടെന്നാ ഇല്ലാന്ന് സങ്കടങ്ങളൊക്കെ ഉണ്ട് ഒക്കെ മനസ്സിൽ. അള്ളാനോട് പറയാം അല്ലേ. ഈ ഒരു മാസത്തിൽ എല്ലാം അള്ളാനോട് പറയും. ഈ ഒരു മാസത്തിൽ അല്ല എപ്പോഴും നമ്മൾ അള്ളാനോട് തന്നെ. വേറെ ആരിനോടും നമ്മൾ നമ്മുടെ സങ്കടം പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാനോട് മാത്രം നമ്മൾ ഒരു റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്ന് പറയുക. അപ്പോൾ നമ്മുടെ ഭാരം കുറഞ്ഞു പോകും. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ സങ്കടം വന്ന് വിചാരിച്ചോ, ഇവിടെ അങ്ങനെ ചങ്കിൻ്റെ അവിടെ അങ്ങനെ പൊട്ടി നിൽക്കും. അത് നമ്മുടെ ഡിച്ച് ചാല് പോലെയാണ്. ഡിച്ചിത്തെ ചാല എങ്ങനെയാണ് അതേപോലെയാണ്. നമ്മൾ സങ്കടം വന്നു കഴിഞ്ഞാൽ പൊട്ടിക്കരയണം. താട്ട പൊട്ടുപൊട്ട് ചട്ട പൊട്ടും. നമ്മൾ ഡാം തുറന്ന് വിട്ടെങ്ങനെ വെള്ളം പോകില്ലേ, അന്ന പോലെ കരയണം. കരഞ്ഞങ്ങോട്ട് നമ്മുടെ സങ്കടം തീർക്കണം. അല്ലാത്ത പക്ഷം നമ്മൾ ഇവിടെ ഇങ്ങനെ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ നമുക്ക് പല പല സൂക്കടുകൾ വരും. അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ശരിയാവും. അപ്പോൾ അങ്ങനെ ചെയ്യുക. നമുക്ക് സങ്കടം വന്നാൽ അടക്കി പിടിക്കാൻ പാടില്ല. നമ്മൾ പൊട്ടി അങ്ങോട്ട് കരയുക. ആരെങ്കിലും കാണുമ്പോൾ മാനക്കടാണെന്ന് തോന്നുകയാണെങ്കിൽ റൂമിൽ പോവുക, പൊട്ടിക്കരയുക. അങ്ങനെയല്ലേ ചെയ്യേണ്ടേ. നിങ്ങളൊക്കെ കമൻറ്റ് ഇടണം കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെയാണ് കരയാന്നുള്ളത് കമൻറ്റ്. അപ്പോൾ ഞാൻ തമാശ പറഞ്ഞതല്ല കേട്ടോ. പൊതുവെ ഇതൊരു എന്നോട് ഡോക്ടർ പറഞ്ഞത് തന്നെയാണ്. നമ്മൾ സങ്കടം അടക്കി പിടിക്കാൻ പാടില്ല. നമുക്ക് സങ്കടം വന്നാൽ നമ്മൾ സന്തോഷം വന്നാൽ ചിരിക്കണം. സങ്കടം വന്നാൽ നമ്മളിവിടെ അടക്കി പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലേ ഒരു ചങ്കിനകത്തൊരു വിമ്മിഷ്ടം പോലെ ഇവിടെ അല്ലേ, ഒരു വേദന പോലെ ഒരു തടസ്സം പോലെയൊക്കെ ഇങ്ങനെ തോന്നും. പക്ഷെ അത് നമ്മൾ പൊട്ടി കരഞ്ഞു കഴിഞ്ഞാൽ ഒരു മനസ്സിന്നൊരു ആശ്വാസമാണ്. കരഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു സുഖം കിട്ടും. അതേപോലെയാണ് ഡിച്ച് ചാല് പോലെയാണ്. നമ്മൾ വേസ്റ്റ് അടഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ സ്റ്റെക്കായി നിൽക്കും. അതങ്ങനെ കുത്തി തുറന്ന് കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ പോവും, പളിച്ചുന്നാവും. അതുപോലെയാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. നമ്മൾ എന്ത് വയ്യായി ഉണ്ടെങ്കിലും അങ്ങനെ പോകണം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഈ കുറുമ്പനിക്ക് സ്കൂളില്ല കേട്ടോ. അവ എപ്പോഴാണ് സ്കൂളില്ലാണ്ട് ഇരിക്കുകയാണ് പോകാണ്ടിരിക്കാൻ. അപ്പോൾ അത് അവൻ്റെ ഒക്കെ കൊണ്ടുവിട്ടിട്ട് വരുന്നു. നമ്മൾ പാത്തുക്കുട്ടിട്ട് നോക്കി കാണിച്ചു തരാം. ഉമ്മക്ക് സങ്കടം എന്ന് പറഞ്ഞ കേസ്. ഒന്നാമത്തെ എനിക്ക് വീടില്ലാത്തത് അതൊക്കെ തന്നെ കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട്, മുപ്പരും വിടുന്നില്ല. സങ്കടങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ അമ്മേൻ്റെ സങ്കടം മാറാൻ വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫാത്തുക്കുട്ടി യൂണിഫോമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ പോകാൻ വേണ്ടിയിട്ട് അല്ലേ. പോകാൻ വേണ്ടി ഇരിക്കുകയല്ലേ. അങ്ങനെ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. വന്നിട്ട് കാണാം. അങ്ങനെ ഇതാ ഞാൻ അവരിനെയൊക്കെ കൊണ്ടാക്കി വന്നിട്ട് ചോറിന് വെള്ളം വെച്ചു കിട്ടാം. അപ്പോൾ കുറച്ച് പണി ചെയ്യും, കുറച്ചിരിക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ സ്കൂളിൽ പോകാണ്ട് ഒരുത്തൻ എൻ്റെ പിന്നാലെ ചുറ്റിക്ക് ഇറങ്ങണുണ്ട്.
ഫോൺ ചോദിച്ചിട്ട് നടക്കുക കേട്ടോ പിന്നാലെ. പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കലാപരിപാടികളൊക്കെ തുടങ്ങും. കടന്ന ബെഡും വിരിയൊക്കെ എടുത്ത് വെക്കണം, തിരുമ്പാളതൊക്കെ മാറ്റിയിടണം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ഇത്തിരി ചെറുപയർ കിച്ചടി കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അത് കഴിച്ചു, ബാക്കി ഉണ്ടായിരുന്നു ഞാനും കഴിച്ച്. അങ്ങനെ പണി തുടങ്ങിയതാണ്. അപ്പോൾ ഇത് അരി ഇടാൻ പോകണം കേട്ടോ. അരി ഇട്ട് വേഗം വേണ അരി ആയതുകൊണ്ട് ഞാൻ ഇറക്കി വെക്കണില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അലുമിനിയം ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ വേവുള്ള ഞാൻ റൈസ് കുക്കറിലാട്ടോ വെക്കുക. പിന്നെ അടുപ്പ് കത്തിക്കാൻ സൗകര്യമില്ലല്ലോ അതുകൊണ്ട്. അപ്പോൾ ഞാൻ വരുമ്പോൾ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഞാനിന്ന് മാന്തൾ വെക്കാമെന്ന് വിചാരിച്ചു. ഉണക്കമീനില്ലേ മാന്തൾ, വാഴയ്ക്കും കത്തിരിക്കും ഇട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറേ ആയി വെച്ചിട്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ അടിക്കലും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ എന്നും നനച്ചുള്ളി പണി തന്നെയല്ലോ കേട്ടോ ഉണ്ടാവുക. അപ്പം ഞാൻ മറ്റേ ടേബിളിനൊക്കെ ഒന്ന് എടുത്ത് അവിടെ നിന്നൊക്കെ മാറ്റി. അപ്പുറത്തുനിന്ന് നല്ല സിറ്റൗട്ടിൽ കാറ്റുള്ള കാരണേ നമ്മുടെ അവിടെ നിറയെ എപ്പോഴും പൊടിയും കുപ്പയായിരിക്കും കേട്ടോ. നമ്മൾ എത്ര അടിച്ചു വിട്ടാലും പിന്നെയും വരും. അപ്പം ഞാൻ അവിടെ നിന്ന് റിൻഷിമോൾ പഠിക്കാൻ വേണ്ടിയിട്ടാട്ടോ ടേബിൾ അവിടെ കൊണ്ടിട്ടത്. അപ്പം ഞാൻ അവിടെ നല്ല കാറ്റാണ്. അപ്പോൾ ഗ്യാസും കുറ്റി ഒരു ഓരത്തൊക്കെ എടുത്ത് വെച്ചിട്ട് അപ്പുറത്തുനിന്ന് മറ്റേ ഇതുണ്ടല്ലോ മുളൻ്റെ പൊടി തോലൊക്കെ അങ്ങനെ പറന്ന് വരും. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് അപ്പോൾ ടീപ്പോയിനൊക്കെ ഒന്ന് മടക്കി വെച്ചു കൂട്ടാം. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുക്കാം, വെറുതെ എന്തിനാണ് വലിച്ചിടുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ ഉള്ളത് കുറച്ചാണെങ്കിലും നല്ല നീറ്റായിട്ട് വെക്കണമല്ലോ. അങ്ങനെ കേട്ടോ എനിക്ക് ഈ ചറപറാന്ന് കിടക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഇതാ നമ്മുടെ ആൾ റൂമിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട് കേട്ടോ. ബെഡിനൊക്കെ എടുത്ത് വെച്ച് ബെഡിനൊക്കെ മറിച്ചിട്ടിട്ട് എന്തൊക്കെയോ കാട്ടുന്നത്. പിന്നെ ഞാൻ ടേബിൾ ഒക്കെ എടുത്ത് വെച്ചു. പിന്നെ വേസ്റ്റ് മൊത്തം നിറഞ്ഞ് നിൽക്കണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കിറ്റാക്കി താഴെ കൊണ്ടുപോയി വെക്കും. മാസത്തിൽ ഒരിക്കൽ അവർ വന്ന് എടുത്തിട്ട് പോവുള്ളൂ കേട്ടോ. അപ്പോൾ ഒക്കെ ഞാൻ സ്റ്റെപ്പൊക്കെ ഒന്ന് അടിച്ച് വിട്ട് സ്റ്റെപ്പ് ഇടയ്ക്കൊക്കെ ഒന്ന് തുടച്ച് വിടും, കഴുകി വിടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ അടിച്ചൊക്കെ വിട്ട് കിറ്റൊക്കെ അവിടെ കൊണ്ടുവച്ചപ്പോൾ പണി ചെയ്ത് ക്ഷീണിച്ചപ്പോൾ ഒന്ന് കുറച്ച് അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് അധികം വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഒരാൾ നമ്മുടെ പിന്നാലെ ഫോൺ ചോദിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ചോറൊക്കെ ആയിട്ടുണ്ട്. ഇതാ റിയാസ്ക്കൊക്കെ കുറച്ച് ചെറുപയറുപ്പേരിയും വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോക്ക് കുറച്ച് സ്പീഡ് കൂട്ടിയ കാരണം വീഡിയോ ഇത്തിരി കുറഞ്ഞു പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് കൂട്ടാക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ടാറ്റാ ബൈ, അസ്സലാമു അലൈക്കും, താങ്ക്സ് ഫോർ വാച്ചിങ്.